അപ്പോൾ ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ മദ്രസ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഘോഷയാത്ര. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തറവാട്ടിൽ പോയി. കാരണം തറവാട്ടിൽ പോയാലാണ് ദഫ്മുട്ട് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ തറവാടിൻ്റെ അടുത്തുള്ള എല്ലാ വീടുകളിലും സീരിനെയും തറവാട്ടിൽ കൊടുത്തിട്ടാണ് കൊടുക്കാറുള്ളത് കേട്ടോ. അതുകൊണ്ട് കുട്ടികൾ കുറച്ചു നേരം ഇവിടെ നിന്ന് ദഫ് കളിക്കാറുണ്ട്. കുട്ടികളുടെ ദഫ്മുട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ അയൽക്കാരെല്ലാവരും ഇവിടെ ഒത്തുചേരലുണ്ട്. പിന്നെ അവരവിടെ മധുരപലഹാരങ്ങളൊക്കെ വിതരണം ചെയ്യായിരുന്നു. കുറെ നേരം നടന്നായിരുന്നു കുട്ടികളെല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം കുട്ടികൾ ദഫ് കളിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, ദഫ്മുട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും മദ്രസയിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. പിന്നെ ഉസ്താദ് ഞങ്ങളുടെ അടുത്ത് മദ്രസയിൽ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഒന്നുകൂടെ മദ്രസയിൽ പോയി. ഇതാണ് കേട്ടോ പട്ടിത്തറ സെൻറ്റർ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ റാലിയുടെ കൂടെ നടന്നു പോകുന്നത്. കുട്ടിയാകുമ്പോഴൊക്കെ ഇങ്ങനെ പപ്പാൻ്റെ കൂടെ പോയിട്ടുണ്ട് എന്നല്ലാണ്ട് നടന്നിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നല്ല ടയേർഡായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാനൊരു കവർ മിഠായി ആയിട്ട് തിരിച്ച് വീട്ടിൽ പോവാണ്. ഇനി അടുത്തത് രാത്രിയാണ് കേട്ടോ പരിപാടി. രാത്രി കുട്ടികളുടെ